രാവിലെ ഉറക്കമുണർന്നയുടനെ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? മൊബൈൽ എടുക്കുകയാണോ? വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ന്യൂസ്, നോട്ടിഫിക്കേഷൻസ്. ഒരു മെസ്സേജ് മാത്രം നോക്കാമെന്ന് കരുതി ഫോൺ എടുക്കുന്ന നിങ്ങൾ കുറച്ചു കഴിയുമ്പോൾ അറിയാതെ തന്നെ ഫോണിലെ ലോകത്തായി പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദിവസം തുടങ്ങുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളോടെയല്ല, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും കഥകളും സ്വീകരിച്ചുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ലോകത്തിലെ വിജയികളായ പലരും പറയുന്ന ഒരു രഹസ്യമുണ്ട്. രാവിലെ ഉണർന്നതിന് ശേഷമുള്ള ആദ്യത്തെ 30 മിനിറ്റ്, അത് നമ്മുടെ ദിവസത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയമാണ്. ഈ 30 മിനിറ്റിനെയാണ് പ്ലാറ്റിനം 30 എന്ന് വിളിക്കുന്നത്. കാരണം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ നമ്മുടെ മനസ്സ് വളരെ ശാന്തവും സ്വീകരണശേഷിയും ഉള്ളതാണ്. ആ സമയത്ത് നമ്മൾ മനസ്സിലേക്ക് എന്താണ് നൽകുന്നത് എന്നതാണ് നമ്മുടെ ദിവസം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, ഇവയെല്ലാം നമ്മുടെ ആ ദിവസത്തിന്റെ മാനസികാവസ്ഥയെയും ഊർജത്തെയും അങ്ങനെ അന്നത്തെ ഗുണനിലവാരത്തെയും സ്വാധീനിക്കുന്നു. ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. ചില ദിവസങ്ങളിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഊർജവും ശാന്തതയും കൂടുതൽ അനുഭവപ്പെടാറില്ലേ? എന്നാൽ മറ്റു ചില ദിവസങ്ങളിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷനും ദേഷ്യവും നിരാശയും തോന്നിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? പലപ്പോഴും അതിൻ്റെ ഉത്തരം നമ്മുടെ ദിവസം എങ്ങനെ ആരംഭിക്കുന്നു എന്നതിലാണ്. അതുകൊണ്ടാണ് വിജയിച്ച പലരും പറയുന്നത്, വിൻ ദ മോർണിംഗ് ആൻഡ് യു വിൻ ദ ഡേ. ഇനി മറ്റൊരു ചോദ്യം, നമ്മുടെ ദിവസം നിയന്ത്രിക്കുന്നത് നമ്മളാണോ, അതോ നമ്മുടെ ഫോണാണോ നമ്മെ നിയന്ത്രിക്കുന്നത്? രാവിലെ കണ്ണു തുറന്ന ഉടൻ തന്നെ ഫോൺ നോക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയും വികാരങ്ങളും മറ്റുള്ളവർ തീരുമാനിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ആദ്യത്തെ ആ 30 മിനിറ്റ് നമ്മൾ നമ്മൾക്കായി മാറ്റിവെച്ചാൽ അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും ഒരു വലിയ സമ്മാനമാകും. അപ്പോൾ ഈ പ്ലാറ്റിനം 30 എന്തൊക്കെ ചെയ്യാം? വളരെ ലളിതമായ കാര്യങ്ങൾ മതി. കുറച്ച് നിമിഷങ്ങൾ ശാന്തമായി ഇരിക്കുക, ആഴത്തിൽ ശ്വസിക്കുക, ഇന്നുള്ള ജീവിതത്തിന് നന്ദി പറയുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ കാണുക, പ്രചോദനം നൽകുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് കുറച്ച് പേജുകൾ വായിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം, അല്പസമയം നടക്കാം, ശരീരം ഉണർത്തുന്ന സ്ട്രെച്ചിങ്ങോ എക്സസൈസോ ചെയ്യാം. അതിനുശേഷം ആ ദിവസം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എഴുതി വയ്ക്കാം. ഓർക്കുക, ഇതെല്ലാം പെർഫെക്റ്റായി ചെയ്യണമെന്നില്ല. ചെറിയ തുടക്കം മതി. 5 മിനിറ്റ് ധ്യാനം, 2 മിനിറ്റ് നന്ദി പറയൽ, 10 മിനിറ്റ് നടത്തം, 5 മിനിറ്റ് വായന. ഇങ്ങനെ ചെറിയ ശീലങ്ങൾ ചേർന്നാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. നാം പലപ്പോഴും ജീവിതം മാറാൻ വലിയ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. പക്ഷെ ജീവിതം മാറുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ നല്ല ശീലങ്ങളുടെ ആവർത്തനത്തിലൂടെയാണ്. ഒരു നല്ല ദിവസം ഒരു നല്ല പ്രഭാതത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. നല്ല ദിവസങ്ങൾ ചേർന്നാണ് നല്ല ജീവിതം രൂപപ്പെടുന്നത്. ഈ മാറ്റം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കില്ല. പക്ഷെ ഓരോ ദിവസവും ഈ 30 മിനിറ്റ് നിങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളിലും ശ്രദ്ധയിലും ആത്മവിശ്വാസത്തിലും മനസ്സമാധാനത്തിലും പതുക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. വിജയം എന്നത് ഒരു വലിയ തീരുമാനം കൊണ്ടല്ല, ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ചെറിയ നല്ല തീരുമാനങ്ങളുടെ ആകത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ചാലഞ്ച് നിർദ്ദേശിക്കട്ടെ. അടുത്ത 7 ദിവസത്തേക്ക് രാവിലെ എഴുന്നേറ്റ ഉടൻ മൊബൈൽ ഫോൺ മാറ്റിവെക്കൂ. ആദ്യത്തെ 30 മിനിറ്റ് നിങ്ങൾക്കായി മാത്രം മാറ്റിവെക്കൂ. നിങ്ങളുടെ മനസ്സിനെ പരിപാലിക്കൂ, നിങ്ങളുടെ ശരീരത്തെ ഉണർത്തൂ, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഓർമ്മിപ്പിക്കൂ. 7 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിലും ഊർജത്തിലും ശ്രദ്ധയിലും എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് സ്വയം നിരീക്ഷിക്കൂ. ഓർക്കൂ, നമ്മുടെ ദിവസത്തിൻ്റെ ദിശ തീരുമാനിക്കുന്നത് ആദ്യത്തെ 30 മിനിറ്റാണ്. ഓരോ പ്രഭാതവും ജീവിതം വീണ്ടും മനോഹരമായി ആരംഭിക്കാനുള്ള ഒരു പുതിയ അവസരമാണ്.